ആരാണ് മിസ്കീനെന്നറിയോ? ആരാണ് പാവപ്പെട്ടവനെന്നറിയോ? മടിയോര പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു വന്ന് നമസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അയാള് വാചാലമായിട്ട് എന്തൊക്കെയോ പറയുകയാണ്. എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, എന്റെ വാപ്പാക്ക് അപകടത്തിൽ കാല് നഷ്ടപ്പെട്ടു പോയി, എന്റെ ഉമ്മ തളർവാദം പിടിച്ച് കിടക്കുകയാണ്, എന്റെ മക്കൾക്ക് രോഗമാണ്, എനിക്ക് തലചായ്ക്കാൻ ഒരു വീടില്ല. ഇതെല്ലാം നല്ല വാക്സാമർത്ഥ്യത്തോടെ വിളിച്ചു പറയുമ്പോൾ മനസ്സുരുകിയിട്ട് ഞാനും നിങ്ങളും മനസ്സലിഞ്ഞിട്ട് പലതും കൊടുക്കാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ തട്ടിപ്പിന്റെ ഏതെങ്കിലും പര്യായമായിരിക്കാം ആ വന്നത്. യാഥാർത്ഥ്യ ബോധ്യമുള്ള ഏതെങ്കിലും ഒരാള് വാപ്പാക്ക് രോഗം പിടിപെട്ട് കിടന്നു പോയാൽ, ഉമ്മാക്ക് അസുഖം പിടിച്ച് കിടന്നു പോയാൽ, തന്റെ ഭാര്യയ്ക്ക് രോഗം പിടിച്ച് എഴുന്നേക്കാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ, തനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു ഘട്ടം വന്നു പോയാൽ, പള്ളിയിൽ വന്ന് എഴുന്നേറ്റൊന്ന് നിൽക്കാൻ പോലും അവർക്ക് കഴിയില്ല. എഴുന്നേറ്റ് നിന്നാ പോലും ആരോടും ഒന്നും ചോദിക്കാൻ അവർക്കറിയില്ല. സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നറിയോ? ആളുകളോട് ചോദിച്ചിട്ടവർക്ക് ശീലമില്ല, ആരോടും ഒന്ന് ചോദിച്ചിട്ടവർക്ക് ശീലമില്ല. അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വാക്കുകൾ വിങ്ങുകയാണ്, അവരുടെ വാക്കുകൾ വിൽക്കുകയാണ്. അവർക്കൊരക്ഷരം പറയാൻ കഴിയാതെ വരുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ഇത് കള്ളത്തരമെന്നാണ് ചിന്തിച്ചു പോകുന്നത്. നേരത്തെ പറഞ്ഞവന് വാക്സാമർത്ഥ്യമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കാശുമടിച്ചു കൊണ്ടുപോയി. ഈ വരുന്ന യഥാർത്ഥത്തിൽ ജനുവിനായ ഏറ്റവും അർഹതപ്പെട്ട പാവപ്പെട്ടവന് ഒന്നും കിട്ടാതെ പോകുന്നു. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ദീർഘവീക്ഷണം വന്നത്. അവിടെയാണ് 14 മുമ്പ് മുത്തായ റസൂൽ പഠിപ്പിച്ചത്. ലൈസൽ മിസ്കീനു ബിഹാദ തവാഫില്ലദി തറദ്ദുഹു തംറതു വതംറതാനി വൽലുഖമതു വൽലുഖമതാനി വൽഅഖിലതു വൽഅഖിലതാ. നിങ്ങളുടെ മുന്നിൽ വന്ന് കൈ നീട്ടുമ്പോ ഒരു ഉരുളയോ 2 ഉരുളയോ നിങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോ, ഒരു ഈത്തപ്പഴമോ 2 ഈത്തപ്പഴമോ നിങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നവനല്ല മിസ്കീൻ എന്ന് പറയുന്നത്. വലാകിന്നൽ മിസ്കീൻ അല്ലദീ ലാ യജിദു ഗിനൻ യുഗ്നീഹി വലാ യുഫ്തനു ലഹു ഫയതസദ്ദഖ അലൈഹി വലാ യസ്അലു الناس ഇൽഹാഫാ. ആരുടെ മുന്നിലും ഒന്നും ചോദിക്കാത്തവനാണ് മിസ്കീന്. കാരണം അവനും മതിയായതൊന്നും അവന്റെ കയ്യിലില്ല. എഴുന്നേറ്റൊന്ന് ചോദിക്കാൻ പോലും അവൻ അറിയില്ല. അങ്ങനെ പട്ടിണി കിടന്നിട്ട് പട്ടിണിയെ പ്രണയിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പട്ടിണിയെ പ്രണയിക്കുന്നവര് നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. കാരണം എന്തുകൊണ്ടാണ്? ഞാൻ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിയിട്ട് കൈനീട്ടുക? ആലോചിച്ചു നോക്കൂ. വിദേശ രാജ്യത്ത് പോയ പ്രതാപകാലത്ത് അയാള് വെച്ച ഒരു നല്ല വീട്, അയാളുടെ ഗൾഫ് കാലത്തിന്റെ പ്രതാപ സമയത്ത് വാങ്ങിയ ഒരു കാറ്, ഇതെല്ലാം നിലവിലുണ്ട്. പക്ഷേ വീടിന് കരമടയ്ക്കാൻ പൈസയില്ല, വീടിന് മെയിൻ്റനൻസ് ചെയ്യാൻ പൈസയില്ല. ഇതൊക്കെ പോട്ടെ, ആ ഗൾഫ് പ്രതാപകാലത്ത് വെച്ച വീട്ടിന്റെ അകത്തളങ്ങളിൽ അടുപ്പിന് തീ പുകയുന്നില്ല. വീടിന്റെ പോർച്ചിൽ ഒരു വണ്ടി കിടപ്പുണ്ട്. അത് തന്റെ ഗൾഫ് കാലത്ത് വാങ്ങിയ വാഹനമാണ്. പക്ഷെ ആ വാഹനം ഒന്ന് എണ്ണയടിച്ചിട്ട് തൊട്ടടുത്ത ജംഗ്ഷനിലേക്ക്, തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ടൗണിലേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അവന്റെ മക്കള് പട്ടിണിയാണ്, അവന്റെ വീട് പട്ടിണിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയില്ല. എല്ലാവരും നോക്കുന്നത് പുറത്തുനിന്ന് വലിയ വീട്, വലിയ വണ്ടി, ഇതല്ലേ നോക്കുന്നത്. സഹോദരങ്ങളെ, പാവപ്പെട്ടവനായി നമ്മൾ കാണുന്നവരാരെയാണ്? ധാരാളം കഴിക്കാനുണ്ട്, ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്. ആ കഴിക്കാനുള്ള സാമ്പത്തികമായ എല്ലാ ഭദ്രതയും ഉറപ്പുള്ള ഒരാള്, അയാൾക്ക് ഇതാണ് തൊഴിൽ, കൈനീട്ടി യാചിക്കുക. അങ്ങനെ വന്ന് ചോദിക്കുമ്പോ നമ്മൾ അവർക്ക് കൊടുക്കും. അതേസമയം ഈ പറയപ്പെട്ട കക്ഷി ഏത്? പ്രതാപകാലത്ത് വെച്ച വീട്ടിൽ നിന്ന് ലൊഹറിന്റെ സമയത്ത് മടിയൂര് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ജമാഅത്തിന് വരുന്ന പാവപ്പെട്ടവൻ ഉച്ച കഴിഞ്ഞിട്ട് ലൊഹർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ വെള്ളം കുടിച്ചിട്ട് അസർ നിസ്കാരം വരെ തന്റെയും തന്റെ പ്രിയപ്പെട്ട ഭാര്യ മക്കളുടെയും പട്ടിണിയെ പ്രണയിച്ചുകൊണ്ട് കഴിയുന്ന 4 മതിൽക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് ആ വിവരം പുറത്തേക്ക് പോകുന്നില്ല. അല്ലാഹു പറയുകയാണ്, നിങ്ങൾ ആ വീടിന്റെ അടുക്കളയിൽ ചെന്ന് നോക്കെന്നാ നിങ്ങൾക്ക് കാണാം അവര് പട്ടിണിയാണെന്ന്. പക്ഷേ ഇന്ന് വരെ അവർ ഒരു മഖ്ലൂക്കിനോടും കൈനീട്ടിയിട്ട് ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നവരാരാ? ലൈസൽ മിസ്കീൻ ബിഹാദ തവാഫ്.
നമ്മുടെ മുന്നിലൊക്കെ വന്ന് കൈനീട്ടുന്ന ആളുകൾക്ക് ഇഷ്ടം പോലെ കഴിക്കാനുണ്ട്. ഈ യാചകന്മാരായ ആളുകളെ ഒന്ന് പിടിച്ചിട്ട് അവരുടെ കൈയിരിക്കുന്ന ബാഗോ അല്ലെങ്കിൽ അവര് പൈസ സൂക്ഷിക്കുന്ന സാധനങ്ങൾ വല്ലതും ഒന്ന് നോക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ധാരാളം സമ്പത്ത് അവരുടെ കയ്യിലുണ്ടാകും, അവർക്ക് കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടാകും. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് ഇങ്ങനല്ലേ? പാവപ്പെട്ടവനെ സഹായിക്കാൻ എത്ര സംഘടനകളാ ഉള്ളത്, എത്ര ചാരിറ്റികളാ ഉള്ളത്. എന്നാൽ മിഡിൽ ലെവലിലുള്ള ആളുകൾ പട്ടിണി കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ, ആരോടും പറയാൻ കഴിയാതെ, മകളെ കെട്ടിച്ചയക്കാൻ യാതൊരു നിവർത്തിയുമില്ല. പക്ഷെ ഞാൻ എങ്ങനെ ചോദിക്കും ആളുകളോട്? ആ ഒരു മൈൻഡുള്ള എത്രയോ ആളുകളുണ്ട്. അവര് കടിച്ചിറക്കി സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി വിങ്ങിപ്പൊട്ടി ആ 4 മതിൽക്കെട്ടിന്റെ 4 ചുമരിന്റെ ഉള്ളിൽ കഴിയുമ്പോ, സഹോദരങ്ങളെ, അവരാണ് മിസ്കീൻ, അവർക്കാണ് നിങ്ങൾ കൊടുക്കേണ്ടതെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ.